Good day to all of you. നിങ്ങളുടെ ZEOTS എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് ഫിസിക്സിൻ്റെ 1 dimensional motion +1 all right. So ആദ്യത്തെ ക്വസ്റ്റ്യൻ, average velocity of a particle moving in a straight line with constant acceleration a and initial velocity u in the first t seconds. So that means question le initial velocity u aanu, constant acceleration a aanu, choichirunathu average velocity. Average velocity basic formula total displacement divided by total time. Total displacement divided by total time. അപ്പോൾ ടോട്ടൽ ടൈം t തന്നെയാണ്, ഇത് t സെക്കൻഡ്സ് ആണ്. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എസ് എന്താണ്? അപ്പോൾ കോൺസ്റ്റൻറ്റ് ആക്സലറേഷൻ ആണ് എസ് ഇസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പോൾ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് എസ് ബൈ ടി, അതായത് ut പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ ടി. ഓൾറൈറ്റ്. അപ്പോൾ ut ബൈ ടി എന്ന് പറയുമ്പോൾ ui പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ ടി. അപ്പോൾ എന്താ വരും? u പ്ലസ് ഹാഫ് എ ടി, u പ്ലസ് ഹാഫ് എ ടി. ചോയ്സ് 2. ചോയ്സ് 2. ഓൾറൈറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാമത്തെ, a stone is thrown vertically up with an initial velocity u from the top of a tower. അപ്പോൾ ഇത് ടവറാണ്, ഇത് ടവറാണ്. ഇതിൻ്റെ മേളിൽ നിന്ന് ഒരു ഇനിഷ്യൽ വെലോസിറ്റി യു ഓടെ മുകളിലോട്ട് പോയി. യു റീച്ചസ് ദ ഗ്രൗണ്ട് വിത്ത് എ വെലോസിറ്റി 3u. അപ്പോൾ ഇത് ഗ്രൗണ്ടാണ്, ഇങ്ങോട്ടാണ് 3u. നമ്മുടെ 1 dimension ഇക്വേഷൻ്റെ കണക്ക് ചെയ്യാൻ റൂള് ഡയറക്ഷൻ ഓഫ് ഇനിഷ്യൽ വെലോസിറ്റി, ഡയറക്ഷൻ ഓഫ് ഇനിഷ്യൽ വെലോസിറ്റി പോസിറ്റീവ് എന്ന് എടുക്കണം, ഡയറക്ഷൻ ഓഫ് ഇനിഷ്യൽ വെലോസിറ്റി പ്ലസ് എന്ന് എടുക്കണം. അപ്പോൾ ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി മേലിലോട്ടാണ്, അപ്പോൾ മേലിലോട്ടുള്ള ഡയറക്ഷനാണ് പ്ലസ്. പിന്നെ ജി വെർട്ടിക്കലി ഡൗൺ ആണ് ഓൾവേസ് നമുക്കറിയാം. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി പ്ലസ് ആണ്. അപ്പോൾ എ എന്ന് പറയുമ്പോൾ മൈനസ് ജി, കാരണം ജി താഴോട്ടാണ്. ഇനി ഫൈനൽ വെലോസിറ്റിയും താഴോട്ട്. അപ്പോൾ വി ഇസ് ഈക്വൽ ടു -3. ചോദിച്ചിരിക്കണ ഹൈറ്റ്, അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ടവർ. അപ്പോൾ ഇവിടെ നിന്ന് മേലിലോട്ട് എറിഞ്ഞു, ഇവിടെ എത്തി. അപ്പോൾ ആ ഡിസ്റ്റൻസ് എ ബി ആണ് ടവറിൻ്റെ ഹൈറ്റ് എച്ച്. പക്ഷേ എ ബി എങ്ങനെ എടുക്കണം? എ തൊട്ട് ബി വരെ, എ ടു ബി. എ ടു ബി എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ എടുക്കണം മോളിൽ നിന്ന് താഴോട്ട്, അല്ലേ? മോളിൽ നിന്ന് താഴോട്ട് എ ടു ബി. മുകളിലോട്ടുള്ള ഡയറക്ഷനാണ് പോസിറ്റീവ്. അപ്പോൾ എ ടു ബി ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ വരും? -h. ഓക്കെ, -h. കാരണം സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എ, എൻഡിങ് പോയിൻ്റ് ബി. ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് എ സ്ട്രേറ്റ് ലൈൻ ഫ്രം ഇനിഷ്യൽ പോയിൻ്റ് ടു ഫൈനൽ പോയിൻ്റ്. അപ്പോൾ എ ബി എന്ന് പറയുമ്പോൾ അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, വിച്ച് ഇസ് താഴോട്ടുള്ള ഡയറക്ഷൻ നെഗറ്റീവ്, യു മേലിലോട്ടായിട്ട്. അപ്പോൾ യു എ വി എസ് ഫോർമുല v² - u² is equal to 2as. So v² - u² is equal to 2as. v² എന്ന് പറയുമ്പോൾ v എന്ന് പറയുന്നത് -3u the whole square minus u², 2 into a minus g, yes minus h. ഇപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ +9u² minus u², yes minus minus plus 2gh. 9u² minus u² എന്ന് പറയുമ്പോൾ 8u². 8u² ആണ് 2gh. അപ്പോൾ h എത്ര എന്നല്ലേ ചോദിച്ചു. അപ്പോൾ h എന്ന് പറയുമ്പോൾ 8u² divided by 2g, which is 4u² divided by g. So height 4u² by g. Choice 2.
ചോയ്സ് 2 എന്ന് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3. Initial velocity of a particle u. Initial velocity u. പിന്നെ acceleration. Acceleration at the time t is given by kt. That means acceleration constant alla, samayam marumbo acceleration marum. So a is equal to kt, instantaneous acceleration aana. K is a constant, v. അപ്പോൾ എ കോൺസ്റ്റൻ്റ് അല്ലാത്തതുകൊണ്ട് ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ ഡി വി ബൈ ഡി ടി. സോ യു വോണ്ട് ദ വെലോസിറ്റി അറ്റ് ടൈം ടി. സോ ഡി വി എന്ന് പറയുന്നത് എ ഡി ടി. ദാറ്റ് മീൻസ് കെ ടി ഡി ടി. ഇതാണ് ഡി വി. അപ്പോൾ വെലോസിറ്റി അറ്റ് ടൈം ടി വേണം, ഇനിഷ്യൽ വെലോസിറ്റി യു. സോ ദാറ്റ് മീൻസ് യു ഇൻറ്റിഗ്രേറ്റ് ഫ്രം ടി ഈസ് ഈക്വൽ ടു 0 ആവുമ്പോൾ ടി ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ വെലോസിറ്റി യു ആണ്, ടൈം ടിയിലെ വെലോസിറ്റി വി ആണ്. ആ വി ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇൻറ്റഗ്രേഷൻ ഓഫ് ഡി വി എന്ന് പറയുമ്പോൾ വി ലിമിറ്റ്സ് യു ടു വി എന്ന് പറയുമ്പോൾ വി മൈനസ് യു ആണ്. ഇവിടെ കെ ഇൻറ്റു ടി എന്ന് പറയുമ്പോൾ ടി റേസ് ടു 1, സോ ടി സ്ക്വയർഡ് ബൈ 2 ഫ്രം 0 ടു ടി. അപ്പോൾ ടിക്ക് ടി തന്നെ ഇടും, 0 ഇടുമ്പോൾ ഒന്നും കിട്ടില്ല. So that means v minus u is equal to kt squared by 2. So what is v? V is equal to u plus kt squared divided by 2. U plus kt squared by 2. Choice 4. Choice 4. Alright? Now acceleration constant alla. Acceleration depends on time. അതുകൊണ്ട് a is instantaneous ആണ്. So a is dv by dt. dv is equal to a dt. പിന്നെ dv ഇൻറ്റിഗ്രേറ്റ് ചെയ്താണ് ചേഞ്ച് ഇൻ വെലോസിറ്റി കണ്ടുപിടിക്കുക. പോയിന്റ് ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4. ഫിഗർ ഷോസ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഓഫ് 2 പാർട്ടിക്കിൾസ് p1 ആൻഡ് p2. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ്. അപ്പോൾ എക്സ് ആക്സിസിലെ ടൈമും വൈ ആക്സിസിലെ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ടെങ്കിൽ ഇത് തീറ്റയാണെങ്കിൽ tan theta will give you displacement divided by time, which is velocity. Straight line graph ആയതുകൊണ്ട് ആ ഗ്രാഫിൻ്റെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ് given by tan theta. അങ്ങനെ 2 പാർട്ടിക്കിൾസ് p1 ആൻഡ് p2. സോ ഗ്രാഫിൽ ടൈം എക്സ്, അതേ പോയിന്റിൽ p1, അതിൻ്റെ ആംഗിൾ മെയ്ഡ് വിത്ത് ദി എക്സ് ആക്സിസ് θ1. സോ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ tan θ1 വിച്ച് ഇസ് എ കോൺസ്റ്റൻറ്റ്. സ്ട്രേറ്റ് ലൈൻ ഇൻക്ലൈൻ ടു എക്സ് ആക്സിസ് ആയതുകൊണ്ട് കോൺസ്റ്റൻറ്റ് ടൈം ആയാലും അത് മാറണില്ല v1. അതേ പോയിന്റിൽ നിന്ന് p2. സോ സെയിം പോയിന്റ് p2. സോ p2 വരുമ്പോൾ അതിൻ്റെ ആംഗിൾ θ2, ഇത് p2. അപ്പോൾ യെല്ലോ കാണില്ല. സോ ദാറ്റ് മീൻസ് v2 എന്ന് പറയുന്നത് tan θ2 വിച്ച് ഇസ് അഗൈൻ എ കോൺസ്റ്റൻറ്റ്, വേറൊരു കോൺസ്റ്റൻറ്റ്. എന്ന് വെച്ചാൽ സമയം മാറിയാലും v1 റിമെയിൻസ് എ കോൺസ്റ്റൻറ്റ് ഫോർ പാർട്ടിക്കിൾ p1, v2 റിമെയിൻസ് എ കോൺസ്റ്റൻറ്റ് ഫോർ പാർട്ടിക്കിൾ p2. അതുകൊണ്ട് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ വെലോസിറ്റി ഓഫ് 1 വിത്ത് റെസ്പെക്ട് ടു 2. സോ v1 മൈനസ് v2. ഇതൊരു കോൺസ്റ്റൻറ്റ് 1, ഇതൊരു കോൺസ്റ്റൻറ്റ് 2. അപ്പോൾ v1 മൈനസ് v2 എന്ന് പറയുമ്പോൾ tan θ1 മൈനസ് tan θ2. tan θ1 ഒരു കോൺസ്റ്റൻറ്റ് നമ്പറാണ്, tan θ2 വേറൊരു കോൺസ്റ്റൻറ്റ് നമ്പറാണ്. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് വേറൊരു കോൺസ്റ്റൻറ്റും, ഫോർ എക്സാമ്പിൾ ഒരു കോൺസ്റ്റൻറ്റ് 5 മൈനസ് മറ്റേ കോൺസ്റ്റൻറ്റ് 3 ആണെങ്കിൽ മൂന്നാമത്തെ ഒരു കോൺസ്റ്റൻറ്റ് കിട്ടും. സോ tan θ1 മൈനസ് tan θ2 ഇസ് അനദർ കോൺസ്റ്റൻറ്റ് എന്ന് വരും. സോ റിലേറ്റീവ് വെലോസിറ്റി 0 അല്ല, പക്ഷേ കോൺസ്റ്റൻ്റ് ആണ്. 0 ആണെങ്കിൽ tan θ1 tan θ2 ഈക്വൽ ആവണം. ഇത് 2 ആംഗിൾസും ക്ലിയർലി ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് അത് 0 അല്ല, പക്ഷേ അതൊരു വേറൊരു കോൺസ്റ്റൻ്റ് ആണ്. അണ്ടർസ്റ്റുഡ്? അടുത്ത ക്വസ്റ്റ്യൻ. The motor of an electric train
can give an acceleration of 1 meter per second squared, and brakes can give a negative acceleration. Shortest time in which the train can make a trip between two stations ഇത്രയും ദൂരം apart. അപ്പോൾ ഇങ്ങനെ ഇത് നമ്മുടെ മെട്രോ ട്രെയിൻ പോലെ ഒരു സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, ആക്സിലറേറ്റ് ചെയ്യും, ഒരു മാക്സിമം സ്പീഡ് എത്തും. അപ്പോൾ അടുത്ത സ്റ്റേഷൻ അടുത്തടുത്താണല്ലോ, ഒരുമാതിരി അടുത്തടുത്താണല്ലോ സ്റ്റേഷൻസ്. അപ്പോൾ പിന്നെ ബ്രേക്ക് ചവിട്ടും, കോൺസ്റ്റൻറ്റ് ഡീസലറേഷനോടെ ട്രാവൽ ചെയ്യും, അടുത്ത സ്റ്റേഷനിൽ പോയി നിൽക്കും, പിന്നെ ഇത് തന്നെ പരിപാടി. അപ്പോൾ ആ കഥയാണ്. സോ ഇവിടെ പല വിധത്തിൽ ചെയ്യാം. ഒരു വിധത്തിൽ ചെയ്യണത് ഗ്രാഫ് വഴി, വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫ്. സോ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ സ്ലോപ്പ് പോസിറ്റീവ്. സോ ആദ്യത്തെ T1 സെക്കൻഡ്സിൽ, T1 അറിഞ്ഞൂടാ, ആദ്യത്തെ T1 സെക്കൻഡ്സിൽ ഇറ്റ് ഈസ് ഹാവിങ് ആൻ ആക്സിലറേഷൻ 1. ദാറ്റ് മീൻസ് ഇത് θ1 ആണെങ്കിൽ VT ഗ്രാഫിൻ്റെ സ്ലോപ്പ് വിൽ ഗിവ് യു ആക്സിലറേഷൻ. അപ്പോൾ tan θ1 ആണ് 1. ഓക്കെ, ഇവിടുത്തെ വെലോസിറ്റി ഞാൻ V എന്ന് എടുത്താൽ ദാറ്റ് മീൻസ് മാക്സിമം വെലോസിറ്റി എടുത്തു, പിന്നെ അത് റിട്ടാർഡേഷന് പോയാണ്. സോ വിച്ച് ഇസ് ഗിവൺ ബൈ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, V/T1, ഇക്വേഷൻ 1. tan θ1 എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ 1 വിച്ച് ഇസ് ഈക്വൽ ടു V/T1. V പറഞ്ഞുകൂടാ, T1 പറഞ്ഞുകൂടാ. ഇനി ബ്രേക്സ് ക്യാൻ ഗിവ് എ നെഗറ്റീവ് ആക്സിലറേഷൻ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി വെലോസിറ്റി കുറയാണ്, അപ്പോൾ ഇങ്ങനെ. എന്നിട്ട് ഫൈനലി ഇറ്റ് കംസ് ടു റെസ്റ്റ്. 2 സ്റ്റേഷൻ, ഷോർട്ടസ്റ്റ് ടൈം ടു മേക്ക് എ ട്രിപ്പ് ബിറ്റ്വീൻ 2 സ്റ്റേഷൻസ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, മറ്റേ സ്റ്റേഷനിൽ നിന്നു. അപ്പോൾ ഇതാണ് θ2 ഇസ് ഗിവിങ് യു, tan θ2 ഇസ് ഗിവിങ് യു റിട്ടാർഡേഷൻ. സോ tan θ2 എന്ന് പറയുന്നത് റിട്ടാർഡേഷൻ ഇസ് 3. അപ്പോൾ ടൈം ഫോർ റിട്ടാർഡേഷൻ T2 അത് നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് V/T2, ഇക്വേഷൻ 2. ഈ 2 ഇക്വേഷനിൽ നിന്നും ഫ്രം 1 and 2 Vനെ ഇക്വേറ്റ് ചെയ്താൽ V is equal to 1 into T1, V is also equal to 3 into T2. That means T1 is equal to 3T2 എന്ന് കിട്ടി. Alright, T1 is equal to 3T2. So total time എന്ന് പറയുന്നത് T1 plus T2. We'll write in terms of any one, say T2. അപ്പോൾ T1 എന്ന് പറയുന്നത് 3T2 plus T2. അപ്പോൾ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 4T2, ഇക്വേഷൻ 3. അവിടെ ഇരിക്കട്ടെ. നമുക്ക് T1 അറിഞ്ഞൂടാ, T2 അറിഞ്ഞൂടാ, T അറിഞ്ഞൂടാ, ആകെ ആക്സിലറേഷൻ മാത്രം അറിയാം. ഇനി 2 സ്റ്റേഷൻ തമ്മിലുള്ള ദൂരം 1215 മീറ്റർ. ദാറ്റ് മീൻസ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് തൊട്ട് ഇവിടം വരെയുള്ള ദൂരം 1215 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഏരിയ ഓഫ് ദ വെലോസിറ്റി ടൈം ഗ്രാഫ്. സോ ഏരിയ ഓഫ് VT ഗ്രാഫ് വിൽ ഗിവ് യു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ ഒരു ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ ഏരിയ, അതുകൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്റ്റൻസ് സെയിം ആണ്, വിച്ച് ഇസ് 1215. അപ്പോൾ ഈ ഫുൾ ഗ്രാഫ് ട്രയാങ്കിളാണ്. ഹാഫ് ദ ബേസ് ഇൻ ടു ഹൈറ്റ്. ദാറ്റ് മീൻസ് 1215 ഇസ് ഈക്വൽ ടു ഹാഫ് ബേസ് എന്ന് പറയുന്നത് T1 plus T2, T1 plus T2 വിച്ച് ഇസ് T, ടോട്ടൽ ടൈം. ഹൈറ്റ് എന്ന് പറയുന്നത് V ആണ്. ഓൾറൈറ്റ്, സോ പക്ഷേ V അറിഞ്ഞൂടാ, T അറിഞ്ഞൂടാ. Now we'll substitute in terms of T1 or T2. ഇപ്പോൾ T എന്ന് പറയുന്നത് 4T2 ആണ്. അപ്പോൾ ഫ്രം ഇക്വേഷൻ 3 1215 എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു 4T2. V നമുക്ക് അറിഞ്ഞൂടാ. സോ V ഓൾസോ വിൽ റൈറ്റ് ഇൻ ടേംസ് ഓഫ് T2. വാട്ട് ഇസ് V ഫ്രം ഇക്വേഷൻ 2? V is equal to 3T2. അണ്ടർസ്റ്റുഡ്? 3 is equal to V/T2. അപ്പോൾ V എന്ന് പറയുന്നത് 3T2. സോ ഇൻറ്റു വിക്ക് പകരം ഹാഫ് ഇൻറ്റു 4T2 മൾട്ടിപ്ലൈഡ് ബൈ 3T2. ഇത് ഞാൻ എവിടെ നിന്ന് എടുത്ത? ഫ്രം ഇക്വേഷൻ 2. അപ്പോൾ എനിക്കിപ്പോൾ ഇതിൽ നിന്ന് T2 കണ്ടുപിടിക്കാം. മൈ എയിം ഇസ് ടു ഫൈൻഡ് ഔട്ട് ടോട്ടൽ T ആണ്. അപ്പോൾ 1215 എന്ന് പറയുന്നത് ഈ 2ഉം ഈ 4ഉം കൂടെ വെട്ടി 2 ആവും. 2 into 3 6T2, T2 square. Alright, 6T2 square.
My aim is T കാണാൻ. Clear? Now what is T2? T by 4. Point okay? T2 is T by 4. അപ്പോൾ എന്ത് വന്നു? ഇവിടെ T2 is T by 4. അപ്പോൾ 6 into T2 square എന്ന് പറയുമ്പോൾ T squared by 16. Clear? 2 3s are 6, 2 8s are 16. അപ്പോൾ T square എന്താ വരും? 1215 into 8 divided by 3. 3 4s are 12. 405 into 8. 8 5s are 40, 32. ഇത് T square ആണ്. ഈ സോൾവ് ചെയ്യണത് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാമേ. ഈ ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഓൾജിബ്ര സോൾവിങ് ഞാൻ ചെയ്ത പോലെ വേണമെന്നില്ല. ആസ് യു ലൈക്ക് യു ക്യാൻ ഡു യുവർ മാത്സ്. സോ ദാറ്റ് മീൻസ് T squared is 3240. T squared 3240. അപ്പോൾ T എത്ര? റൂട്ട് ഓഫ് 3240. ക്ലിയർ? അപ്പോൾ ആൻസർ എനിഹൗ നമുക്ക് 3 ആൻസേഴ്സ് 100 സ്ക്വയർ എന്തായാലും 100 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 0 10,000. അപ്പോൾ എന്തായാലും അതല്ല, ഇവിടെ 3,000 ഉള്ളൂ. ക്ലിയർ? സോ ദാറ്റ് മീൻസ് 50 സംതിങ്. കാരണം 50 സ്ക്വയർ is 2,500. 60 സ്ക്വയർ is 3,600. അപ്പോൾ ഇറ്റ് ഇസ് സ്മോളർ ദാൻ 60. പക്ഷേ 56.9ഉം 55ഉം ഉണ്ട്. അതുകൊണ്ട് കറക്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ 55 either you can find the root and do it. 3240ൻ്റെ റൂട്ട് എടുക്കാം. 5 റൂട്ട് എടുക്കാൻ അറിയാമല്ലോ. 5 5s are 25, 7 40, 2 5s are 10. ഇനി എന്താണ്? 7 എടുത്താൽ 7 7s are 49. കുറച്ച് കൂടിപ്പോയി അല്ലേ? 740. അപ്പോൾ 57നെ കാട്ടിയും വളരെ കുറച്ച്. ദാറ്റ് മീൻസ് 56ഉം 57ൻ്റെ ഇടയ്ക്ക്. സോ 55 അല്ല, ഇറ്റ് ഈസ് ബിറ്റ്വീൻ 56 and 57. സോ ദി ആൻസർ ഇസ് ചോയ്സ് 2. ക്ലിയർ? സോ അങ്ങനെ സോ യു നോ ഇറ്റ് ഈസ് ബിറ്റ്വീൻ 50 and 60. പക്ഷേ 50ക്കും 60ക്കും ഇടയ്ക്ക് 2 നമ്പേഴ്സ് ഉള്ളതുകൊണ്ട് അതിന് അടുത്തടുത്ത നമ്പേഴ്സ് ഉള്ളതുകൊണ്ട് ഒന്നീ റൂട്ട് എടുക്കുക, അല്ലെങ്കിൽ 55 സ്ക്വയർ എത്ര നോക്കുക, അതല്ലെങ്കിൽ അതിനെക്കാട്ടി ഹയർ ആണെങ്കിൽ 56.9 എടുക്കാം. കാൽക്കുലേഷൻ യു ക്യാൻ ഡു ആസ് യു ലൈക്ക്. സോ അങ്ങനെ ചോയ്സ് 2 വന്നു. പോയിന്റ് ക്ലിയർ? ഈ ഗ്രാഫ് ടൈപ്പ് വെച്ചിട്ട് പല അൺനോണും ചോദിക്കാം. സോ ഈ ഇക്വേഷൻ 3 വരെ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ സോൾവ് ചെയ്യണം, നിങ്ങളുടെ ഇഷ്ടമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. എ ബസ് സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് and moves with an acceleration of 1 meter per second square. So bus initial velocity 0 and it has got a constant acceleration of 1 meter per second square. A boy who is 48 meter behind the bus. So boy ഇവിടെയാണ്, ഈ ദൂരം 48 meter behind the bus, runs after it with a constant speed. So ബോയുടെ സ്പീഡ് കോൺസ്റ്റൻറ്റ് സ്പീഡാണ്. കോൺസ്റ്റൻറ്റ് സ്പീഡാണ് എത്ര? ബോയുടെ കോൺസ്റ്റൻറ്റ് സ്പീഡ് 10 മീറ്റർ. അപ്പോൾ ഞാൻ അതിനെ V എന്നായിട്ട് വിളിച്ചാൽ അത് 10 മീറ്റർ പെർ സെക്കൻഡാണ്. കോൺസ്റ്റൻറ്റ് സ്പീഡ് ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ബോയ്ക്ക് എപ്പോഴാണ് ബസ്സിനെ പിടിക്കാൻ പറ്റുന്നത്? സോ ദാറ്റ് മീൻസ് 2 ബോഡീസ് മൂവ് ചെയ്യുമ്പം കണക്ക് ചെയ്യാൻ എളുപ്പം റിലേറ്റീവ് മോഷൻ വെച്ചിട്ട്. അപ്പോൾ ബസ് ഇവിടെ റെസ്റ്റിലാണെങ്കിൽ ബോയ് ബസ് വരെ എത്തിയാൽ മതി. അപ്പോൾ യു വിൽ പുട്ട് ദ ബസ് ടു റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ബസ്സിനടുത്ത് നിൽക്കാൻ പറയാൻ പറ്റില്ലല്ലോ. ദാറ്റ് മീൻസ് വാട്ട് യു ആർ ഡൂയിങ് ഇസ് യു ആർ ഫൈൻഡിങ് ദ മോഷൻ ഓഫ് ദ ബോയ് വിത്ത് റെസ്പെക്ട് ടു ബസ്. ദാറ്റ് മീൻസ് റിലേറ്റീവ് മോഷൻ ഓഫ് ദ ബോയ്. ഇതാണ് ചെയ്യണം മാത്സിൽ. റിലേറ്റീവ് മോഷൻ വെക്ടേഴ്സ്. റിലേറ്റീവ് മോഷൻ ഓഫ് ബോയ് വിത്ത് റെസ്പെക്ട് ടു ബസ്. ഓക്കെ, ഇതാണ് ചെയ്യണം. അപ്പോൾ ബോയുടെ സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്, ബസ്സിൻ്റെ ഇനിഷ്യൽ സ്പീഡ് 0 ആണ്. സോ ഐ വിൽ സേ ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് ദ ബോയ് വിത്ത് റെസ്പെക്ട് ടു ബസ്. സോ ഐ എം ഡൂയിങ് വിത്ത് റെസ്പെക്ട് ടു ബസ് ആണ് ചെയ്യാൻ പോണം. ബോയുടെ മോഷൻ, ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് ബോയ് വിത്ത് റെസ്പെക്ട് ടു ബസ്. ബോയുടെ വെലോസിറ്റി ഇനിഷ്യൽ ആയാലും ഫൈനൽ ആയാലും 10 ആണ്. അപ്പോൾ അത് 10, ബസ്സിൻ്റെ വെലോസിറ്റി 0. അപ്പോൾ 10 + -0, അപ്പോൾ അത് 10.
പ്ലസ് മൈനസ് മനസ്സിലായല്ലോ. വെലോസിറ്റി ഓഫ് എ റിലേറ്റീവ് ടു ബി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് എ വെക്റ്റർ വി എ പ്ലസ് പുട്ട് ദ ബി ടു റെസ്റ്റ്. സോ മൈനസ് വെക്റ്റർ വി ബി ഇതാണ്. സോ 10 പ്ലസ് ഇതിൻ്റെ ഓൾറെഡി ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്, അപ്പം ബാധിക്കണില്ല. ഇനി ബസ് റെസ്റ്റിലായതുകൊണ്ട് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ബോയ് വിത്ത് റെസ്പെക്ട് ടു ബസ് SR റിലേറ്റീവ് ഡിസ്റ്റൻസ്. ബസ് റെസ്റ്റിലാണ്, അപ്പോൾ ബോയ് ബസ്സിനെ പിടിക്കണമെങ്കിൽ ട്രാവൽ ചെയ്യുന്ന ദൂരം 48 മീറ്റർ. ഇനി ആക്സിലറേഷൻ ഓഫ് ബോയ് വിത്ത് റെസ്പെക്ട് ടു ബസ് AR. ബോയ്ക്ക് ആക്സിലറേഷൻ ഇല്ല. ഇറ്റ്സ് ദി ആക്സിലറേഷൻ ഓഫ് ദ ബോയ് പ്ലസ് മൈനസ് ആക്സിലറേഷൻ ഓഫ് ബസ്. ആക്സിലറേഷൻ ഓഫ് ബോയ് 0 പ്ലസ് മൈനസ് E. ആക്സിലറേഷൻ ഓഫ് ദ ബസ് എന്ന് പറയുമ്പോൾ 1 ആണ്. സോ ഇറ്റ് ഈസ് -1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ UR അറിയാം, SR അറിയാം, AR ആണ്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ടൈം അല്ലേ? ഏത് ടൈം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ T എത്ര? എസ് യു AT. എസ് ഇസ് ഈക്വൽ UT പ്ലസ് ഹാഫ് AT സ്ക്വയർ. സോഫ ക്ലിയർ ആയല്ലോ. ഞാൻ അപ്പർ പാർട്ട് മായ്ക്കാൻ പോണു, എന്നിട്ട് ഈ മാത്സ് സോൾവ് ചെയ്യാൻ പോണു. ഐ എം ജസ്റ്റ് ഗോയിങ് ടു ഡു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ ഇസ് S എന്ന് പറഞ്ഞിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ Tക്ക് സോൾവ് ചെയ്യാൻ പോണു. സോ ഐ എം റബ്ബിങ് ഓഫ് ദി അപ്പർ പാർട്ട്. So in S is equal to UT plus half AT square. ഇവിടെ എല്ലാം റിലേറ്റീവ് ആണെന്നേ ഉള്ളൂ. SR എന്ന് പറയുമ്പോൾ 48, UR is 10, T plus half minus 1 T square. You have to solve for T. ബാക്കി maths you can do as you like. Clear? So if I multiply throughout by 2 to get rid of fraction, 96 is equal to 20T minus T square. Bring it in the form T squared minus 20T plus 96 is equal to 0. T squared ഇപ്പുറത്ത് വന്നു minus 20T plus 96. So ബാക്കി മായ്ക്കാൻ പോണു. So T is equal to AX squared plus BX plus C 0. X is minus B plus or minus root of B squared minus 4AC by 2A. So ഇവിടെ A 1 ആണ്, B minus 20 ആണ്, C plus 96 ആണ്. ഇപ്പോൾ T എന്ന് പറയുമ്പോൾ മൈനസ് B. സോ പ്ലസ് 20 പ്ലസ് ഓർ മൈനസ് B സ്ക്വയർഡ് 400 മൈനസ് 4AC ഡിവൈഡഡ് ബൈ 2A. സോ അതിൻ്റെ സിംപ്ലിഫിക്കേഷൻ 20 പ്ലസ് ഓർ മൈനസ് 400 മൈനസ് 4 6 24 2 36 38 ഡിവൈഡഡ് ബൈ 2. 20 പ്ലസ് ഓർ മൈനസ് 400 in the 384 via 16 root by 2, that is 20 plus or minus 4 by 2. Plus എടുത്താലും മൈനസ് ആയാലും ആൻസർ പോസിറ്റീവ് ആണ്. സോ ഇറ്റ് ഈസ് 24 by 2 അല്ലെങ്കിൽ 20 minus 4 16 by 2. സോ 12 seconds അല്ലെങ്കിൽ 8 seconds. അതിൻ്റെ അർത്ഥം ആ ബോയ് ഓടുമ്പോൾ ആദ്യം 8 seconds ആകുമ്പോൾ അത് ബസ്സിൽ ബോയ് ശരിക്കും പറഞ്ഞാൽ ബോയ് ഓടണുണ്ട്, ബസ് ഓടണുണ്ട്. അപ്പോൾ ആദ്യത്തെ 0 സെക്കൻഡ് തൊട്ട് ഓടാൻ തുടങ്ങിയ 8ാമത്തെ സെക്കൻഡിൽ ബസ്സിൻ്റെ പടിയിൽ അവിടെ എത്തി. ആ ബോയ് കയറിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും ബസ് ആക്സിലറേറ്റ് ചെയ്യണു, ബോയ് കോൺസ്റ്റൻറ്റ് സ്പീഡാണ്. അപ്പോൾ പിന്നെയും ബസ്സും ബോയും കൂടെ മിസ്സായി. രണ്ടാമത്തെ ബസ്സിൻ്റെ നടയിലെത്തുന്നത് അറ്റ് T is equal to 12 seconds. സോ 2 പ്രാവശ്യം ബസ്സിനെ പിടിക്കാൻ പറ്റും. ഒന്ന് ആദ്യത്തെ 8 സെക്കൻഡ്സിൽ കയറിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ 12ാമത്തെ സെക്കൻഡിലും ബസ്സിൻ്റെ നടയിലെത്തും. ദാറ്റ്സ് എ മീനിങ്. ഓൾ റൈറ്റ്, ബോത്ത് ദ T's ആർ പോസിറ്റീവ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. An elevator in which, that is a lift, in which a man is standing is moving upwards with constant speed. Constant speed ആയിട്ട് പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. അത് മേളിലോട്ട് പോയാലും താഴോട്ട് പോയാലും കോൺസ്റ്റൻറ്റ് സ്പീഡ് ആകുമ്പോൾ G effective is G itself. So man drops a coin from a height of 2.45 meter. So H 2.45 meter. G effective എന്ന് പറയുന്നത് G തന്നെയാണ്. ഈ 2.45 ഒക്കെ കിട്ടിയോണ്ട് ഞാൻ 9.8 അവിടെ അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, H is equal to half GT square time T is equal to root of 2H by G. So 2 into 2.45 divided by 9.8. 2 into 2.45 എന്ന് പറഞ്ഞാൽ 4.9 divided by 9.8.
4.9 into 2 is 9.8. So root of 1 by 2. That means 1 by root 2 seconds. Choice 2. അപ്പോൾ ഇവിടെ കോൺസ്റ്റൻറ്റ് സ്പീഡ് ആയതുകൊണ്ട് ഒന്നും ചെയ്യാനില്ല. ബട്ട് സപ്പോസ് ദ ലിഫ്റ്റ് വാസ് ഗോയിങ് അപ്പ് വിത്ത് കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ, ദെൻ ഇഫക്റ്റീവ് ജി അപ്പ് വിത്ത് കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ ആയിരുന്നെങ്കിൽ ഇഫക്റ്റീവ് ജീന് ജി പ്ലസ് എ എടുത്തനെ അപ്പാണെങ്കിൽ. അപ്പോൾ 2h by g plus a ചെയ്തനെ. ലിഫ്റ്റ് ഇസ് മൂവിങ് ഡൗൺ വിത്ത് കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ ആയിരുന്നെങ്കിൽ ഇഫക്റ്റീവ് ജീന് ജി മൈനസ് എ. അപ്പോൾ റൂട്ട് ഓഫ് 2h by g മൈനസ് എ. ഇത് പിന്നെ സിമ്പിൾ കണക്ക്, കോൺസ്റ്റൻറ്റ് സ്പീഡാണ്. സോ റൂട്ട് ഓഫ് 2h by g തന്നെ. ഓൾറൈറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. ഫിഗർ ഗിവ്സ് എ സ്പീഡ് ടൈം ഗ്രാഫ് ഓഫ് ദ മോഷൻ ഓഫ് ദ കാർ. അപ്പോൾ സ്പീഡ് ടൈം ഗ്രാഫാണ്. അപ്പോൾ ഏരിയ ഓഫ് ദ സ്പീഡ് ടൈം ഗ്രാഫ് ഗിവ്സ് യു ഡിസ്റ്റൻസ്. സ്പീഡ് ടൈം ഗ്രാഫ് gives you distance. Any ratio of distance traveled by the car during the last 2 seconds. Last 2 seconds എന്ന് പറയുന്നത് എല്ലാം കൂടെ 7 സെക്കൻഡാണ്. അപ്പോൾ ലാസ്റ്റ് 2 സെക്കൻഡ്സ് എന്ന് പറയുമ്പോൾ 5 തൊട്ട് 7 വരെ ഈ ഏരിയ. ദാറ്റ് മീൻസ് ലാസ്റ്റ് 2 സെക്കൻഡ്സ് is area DBC. ഓക്കെ, അതിനെ S1 എന്ന് വിളിച്ചാൽ ട്രയാങ്കിളാണ്. ഹാഫ് BH, ഹാഫ് ഇൻറ്റു ബേസ് 2, ഹൈറ്റ് 20. അപ്പോൾ ആൻസർ 20. ഇതാണ് S1. ലാസ്റ്റ് 2 seconds to total distance travelled in 7 seconds. That is full area. അപ്പോൾ S2 total area. That means trapezium ആണ്. trapezium ആകുമ്പോൾ half the sum of the parallel sides into height. So half sum of parallel sides. താഴെ 7, മേളിൽ AB. AB എന്ന് പറയുമ്പോൾ 3 തൊട്ട് 5 വരെ 2, ഹൈറ്റ് എന്ന് പറയുമ്പോൾ 20. So 2 and 20 in 10, അപ്പോൾ that means 90. So ratio S1 by S2, 20 divided by 90, that means 2 divided by 9. Choice 2. Alright. அடுத்த question. Four persons are initially at the corners of a square of length D. സ്ക്വയറിൻ്റെ 4 സൈഡ് ഈക്വൽ ലെങ്ത് ആണ്. അതിന് D എന്ന് എടുത്തിരിക്കണം. അപ്പോൾ സ്ക്വയറിൻ്റെ ജനറലി ചോദിക്കുന്നത് സൈഡ് D ആണെങ്കിൽ ലെങ്ത് ഓഫ് ദ ഡയഗണൽ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യം വരും, അതുകൊണ്ട് ചോദിച്ചത്. ഡയഗണൽ എന്ന് പറയുമ്പോൾ D റൂട്ട് 2 ആണ്. ഹാഫ് ദ ലെങ്ത് ഓഫ് ദ ഡയഗണൽ എന്ന് പറയുമ്പോൾ D റൂട്ട് 2 by 2. അപ്പോൾ അത് D ഡിവൈഡഡ് ബൈ റൂട്ട് 2 നമുക്ക് ആവശ്യം വരും, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ 4 ആൾക്കാർ KLMNN എല്ലാവരും ഒരേ സ്പീഡിൽ ആ സ്ക്വയറിൻ്റെ അവിടെ കറങ്ങും. ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരാളിവിടെ സ്പീഡ് V, മറ്റേ ആളിവിടെ, മൂന്നാമത്തെ ആളിവിടെ, നാലാമത്തെ ആളിവിടെ. ഇങ്ങനെയാണ് പോണത്, കോൺസ്റ്റൻറ്റ് സ്പീഡോടെ പോകണം. അപ്പോൾ നമ്മൾ വിചാരിക്കും കോൺസ്റ്റൻറ്റ് സ്പീഡ് എങ്ങനെ തമ്മിൽ മുട്ടുന്നു, പക്ഷെ മുട്ടും. കോൺസ്റ്റൻറ്റ് സ്പീഡായിട്ട് ഇങ്ങനെ സ്ക്വയറിൽ പോയാൽ ദേ മീറ്റ് അറ്റ് ദ സെൻറ്റർ. അപ്പോൾ എങ്ങനെ? ഇതാണ് സെൻറ്റർ. സോ നമുക്ക് ആ വീനെ 2 ആയിട്ട് റിസോൾവ് ചെയ്യാം. 1 എലോങ് ദ ഡയഗണലും ദി അതർ പെർപെൻഡിക്കുലർ ടു ദ ഡയഗണലും. നമുക്കൊരു സ്ക്വയറിൻ്റെ ആംഗിൾ 90 എന്നറിയാം, 2 സൈഡ്സ് പെർപെൻഡിക്കുലർ. അപ്പോൾ ഡയഗണൽ ആകുമ്പോൾ ഇത് 45 എന്നറിയാം. സോ ഇത് V ആണെങ്കിൽ ഇത് 45 ആണ് ദിസ് ആംഗിൾ. സോ ദിസ് കമ്പോണൻറ്റ് ബിക്കംസ് V cos 45. ദിസ് കമ്പോണൻറ്റ് V sin 45 എന്ന് എടുക്കാം, V cos 45 എന്ന് എടുക്കാം, ബിക്കോസ് രണ്ടും 45 ആൻഡ് ഡസൻറ്റ് മാറ്റർ. ഓക്കെ, അതുപോലെ ഇയാളും ഇങ്ങോട്ടും അങ്ങോട്ടും റിസോൾവ് ചെയ്യും. ദാറ്റ് മീൻസ് എല്ലാവരും ടുവേർഡ്സ് എ സെൻറ്റർ
4 പേർക്കും സെൻറ്ററിലോട്ടുള്ള വെലോസിറ്റി, വെലോസിറ്റി ടു സെൻറ്റർ യെസ് v cos 45 which is v by root. Clear? So ഇപ്പം ഞാൻ എ ബി സി ഡി എന്ന് വിളിച്ചാൽ ഈ കോർണർ ഡി തൊട്ട് സെൻറ്റർ ഒ വരെ എത്താൻ വേണ്ടി ഡിസ്റ്റൻസ് ഫ്രം വൺ കോർണർ, ഏത് കോർണറിൽ നിന്ന് ടു സെൻറ്റർ ഈസ് ഹാഫ് ദ ലെങ്ത് ഓഫ് ദ ഡയഗണൽ വിച്ച് ഈസ് ഡി ബൈ റൂട്ട്. ഓരോരുത്തരും ട്രാവൽ ചെയ്യണ കോൺസ്റ്റൻറ്റ് സ്പീഡ് ടുവേർഡ്സ് എ സെൻറ്റർ വി ബൈ റൂട്ട്. അപ്പോൾ എത്ര സമയം എടുക്കും സെൻറ്ററിൽ മീറ്റ് ചെയ്യാൻ? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് which is d by root 2 divided by v by root 2 എന്ന് പറയുമ്പോൾ എന്താ? d by root 2 multiplied by root 2 by v. root 2 വെട്ടിപ്പോം. ആൻസർ is d by v seconds. So in d by v seconds എല്ലാവരും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്താൽ, 4 മൂലയിൽ സ്റ്റാർട്ട് ചെയ്താൽ in d by v seconds they will reach the or they will meet at the center of the square. Okay, so answer d by v seconds, choice 1. All right, അടുത്ത question. Velocity time graph of a particle moving along the x-axis is shown. So അതാണ് ഈ ഗ്രാഫ്. ഈ ഗ്രാഫ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തോ കണ്ടു? ആദ്യം ഇതാണ് വെലോസിറ്റി കാണിച്ചിരിക്കുന്നത്. That means slope is a constant. That means acceleration constant. അല്ലേ? Acceleration constant ആണ്. So here velocity acceleration constant, then the corresponding displacement time graph. So acceleration constant ആണ്. Then how is displacement time graph എങ്ങനെ വരും? Constant acceleration ആകുമ്പോൾ ടൈമും എക്സും തമ്മിലുള്ള ഗ്രാഫ് ഇങ്ങനെ വരും. കാരണം ഇവിടെ tan theta 1 gives you v1, tan theta 2 gives you v2. So v2 minus v1 by t will be a constant. നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്പേഴ്സ് ആയിട്ട് എടുക്കാം. This is the shape for constant acceleration. So ഈ പോർഷൻ വരെ, that is if I call this AB പോർഷൻ വരെ it is constant acceleration. That is ഈ ഷേപ്പ്. അപ്പോൾ ഈ ഷേപ്പ് വരണ ഈ നാലാമത്തെ മാത്രമേ ഉള്ളൂ. സോ എക്സ് ടി ഗ്രാഫിൽ എ ബി പോർഷൻ, ദാറ്റ് ഈസ് ഇവിടം തൊട്ട് ഇവിടം വരെ കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ ആണ്. അപ്പോൾ ഇങ്ങനെ പോവും. ഇതാണ് ഇത് എ ബി പോർഷനാണ് കാണിക്കണത്. അത് കഴിഞ്ഞിട്ട് എന്താ പറ്റി? ആക്സിലറേഷൻ വെലോസിറ്റി ടൈം ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ താഴോട്ടാണ്. ദാറ്റ് മീൻസ് വെലോസിറ്റി നെഗറ്റീവ്. വെലോസിറ്റി നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ? സോ ആദ്യം അത് കോൺസ്റ്റൻറ്റ് ആക്സിലറേഷനോടെ പോയി, ദെൻ ഡയറക്ഷൻ മാറി. ബിക്കോസ് വി ഇസ് നൗ നെഗറ്റീവ്. ഇതിപ്പോൾ +5 ആണെങ്കിൽ ദിസ് മേ ബി -2 or something. So velocity remains constant. Velocity constant പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എക്സ് ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് നെഗറ്റീവ് ആയിരിക്കും. ദിസ് തീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ 90. ദാറ്റ് മീൻ ടാൻ തീറ്റ നെഗറ്റീവ്. ടാൻ തീറ്റ എക്സ് ടി ഗ്രാഫിന് ഗിവ്സ് യു വി. ദാറ്റ് മീൻസ് വി ഈസ് നെഗറ്റീവ്. ക്ലിയർ? ബട്ട് അറ്റ് ദ സെയിം ടൈം വി ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും, കോൺസ്റ്റൻറ്റ് സ്ലോപ്പാണ്. സോ ദാറ്റ്സ് വൈ ദ ഗ്രാഫ് ഇസ് ചോയ്സ് 4. തുടക്കത്തിൽ കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ, പിന്നെ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി, പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ്. സോ ആദ്യം പ്ലസ് എന്ന് എടുത്താൽ പിന്നെ മൈനസ് ആയിട്ട് വരും. ഫോളോഡ്? സോ ചോയ്സ് 4. അടുത്ത ക്വസ്റ്റ്യൻ. ഡ്രോപ്സ് ഓഫ് വാട്ടർ ഫാൾസ് ഫ്രം ദ റൂഫ് ഓഫ് എ ബിൽഡിംഗ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ടൈം. ഇങ്ങനത്തെ കണക്ക് നിങ്ങൾ 1 ഡയമെൻഷനിൽ പഠിച്ചിട്ടുണ്ട്. തിയറി പഠിച്ച് വന്നു കഴിഞ്ഞിട്ട് റിസൾട്ടായിട്ട് തന്നിട്ടുണ്ട് ആഫ്റ്റർ സ്റ്റഡിങ്. എന്താണ്? ഇഫ് യു ഇസ് ഈക്വൽ ടു 0 ആൻഡ് ആക്സിലറേഷൻ ഇസ് എ കോൺസ്റ്റൻറ്റ് either for vertical motion or horizontal motion. If u is 0 and a is a constant, ratio of the distances covered in equal time intervals is given by 1:3:5:7 etc. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ t seconds, that is u 0 ആണ്, a constant ആണ്. ആദ്യത്തെ t സെക്കൻഡ്സിൽ
ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ അടുത്ത ടി സെക്കൻഡ്സിൽ ഡിസ്റ്റൻസ് 3x ആവും, അതിൻ്റെ അടുത്ത ടി സെക്കൻഡ്സിൽ ഡിസ്റ്റൻസ് 5x ആവും, എക്സെട്ര. തിയറി പഠിച്ചപ്പോൾ എങ്ങനെ വരുന്നു? യൂസിങ് ദ ഫോർമുല ut+12 ആണ് പഠിച്ചു കാണും. അപ്പോൾ ഈ റിസൾട്ട് u is 0 and a is constant, ratio of the distances covered in equal time intervals 1:3:5, that is ratio of odd numbers. ആ കൺസെപ്റ്റാണ് ഇവിടെ യൂസ് ചെയ്യണം. ബിക്കോസ് ഇവിടെ ഡ്രോപ്സ് ഓഫ് വാട്ടർ fall from the roof at regular intervals of time. അപ്പോൾ they fall from the roof എന്ന് പറയുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി 0 ആൻഡ് റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ടൈം, അപ്പോൾ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. ഇനി ഇത് ഗ്രൗണ്ട് ഇവിടെയാണ്, ദിസ് ദ ഗ്രൗണ്ട്. ദ ഫസ്റ്റ് ഡ്രോപ്പ് റീച്ചസ് ദ ഗ്രൗണ്ട്. അപ്പോൾ ഈ മോളിൽ നിന്ന് വന്ന ലിക്വിഡ് ഡ്രോപ്പ്, വാട്ടർ ഡ്രോപ്പ്, ഇത് ആദ്യത്തെ ഡ്രോപ്പ് ഇവിടെ എത്തണം ആ നിമിഷത്തിൽ. അറ്റ് ദ സെയിം ഇൻസ്റ്റൻറ്റ് ഫിഫ്ത്ത് ഡ്രോപ്പ് സ്റ്റാർട്ട്സ് ഇറ്റ്സ് ഫോൾ. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഡ്രോപ്പ് വരുമ്പോൾ അഞ്ചാമത്തെ ഡ്രോപ്പ് ഇവിടെ നിന്ന് വീഴാൻ പോകും. ഇതാണ് ആ വെള്ളം തുള്ളി, അഞ്ചാമത്തെ. ദാറ്റ് മീൻ നാലാമത്തെ ഇവിടെ എവിടെയാണ്, മൂന്നാമത്തെ അവിടെ എവിടെയാണ്, രണ്ടാമത്തെ ഇവിടെ എവിടെയാണ്, വീഴുണ്ടോ? ഓക്കെ. ഇൻ അതർ വേർഡ്സ് ഈ ഡിസ്റ്റൻസ്, ദാറ്റ് ഇസ് u = 0 എന്നുള്ള ഡിസ്റ്റൻസ് വെർട്ടിക്കലായിട്ട് ഞാൻ y എന്ന് വിളിക്കണം. അടുത്ത ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം ആയതുകൊണ്ട് അടുത്തത് 3y, അടുത്തത് 5y, അടുത്തത് 7y. ഇനി ഉണ്ടായിരുന്നെങ്കിൽ 9y, 11y അങ്ങനെ എടുത്തത്. ഇനി ദ റൂഫ് ഓഫ് ദ ബിൽഡിംഗ് ഇസ് 20 meters ഹൈ. ദാറ്റ് മീൻസ് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ടോട്ടൽ ഹൈറ്റ് 20 meters ആണ്. വിച്ച് മീൻസ് y + 3y + 5y + 7y ആണ് 20 അല്ലേ? സോ ദാറ്റ് മീൻസ് y 4y 9y 16y. അപ്പോൾ 16y ആണ് 20. So y is equal to 20/16, which is 5/4. ഇനി എന്തോ ചോദിച്ചാൽ ഡിസ്റ്റൻസ് ഓഫ് സെക്കൻഡ് ഡ്രോപ്പ് ഫ്രം ദ റൂഫ്. റൂഫ് മോളിൽ, ഇതാണ് റൂഫ്. സെക്കൻഡ് ഡ്രോപ്പ്, സെക്കൻഡ് ഇതാണ്. സെക്കൻഡ് ഡ്രോപ്പും റൂഫും തമ്മിലുള്ള ദൂരം എത്ര? 5, 3, 1. അപ്പോൾ സെക്കൻഡ് ഡ്രോപ്പ് ഫ്രം റൂഫ് എന്ന് പറഞ്ഞാൽ 5 + 3 + 1 8y എത്ര? അതായത് 8 × 5/4, which is 10 meter. So second drop from the roof is 10 meter. And calculation തെറ്റിയോ നോക്കട്ടെ. 12, 15, 16. ശരിയാണ്. Drops of water fall from the roof of a building 20 meters high at regular intervals of time. First drop reaches the ground at the same instant. Fifth drop starts to fall. അപ്പോൾ 5 to 4, 4 to 3, 3 to 2, 2 to 1, 12, 15, 16. 16y ആണ് 20. അപ്പോൾ y is 20/16, 5/4. Second drop from the roof. Second drop from the roof. 5, 6, 7, 8, 9. ഓ ഇവിടെ തെറ്റി. Second drop from the roof എന്ന് പറയുമ്പോൾ it becomes second drop from the roof. 5, 3, 1. 9y. So it is 9 × 5/4, 45/4, 11.25. So second drop from the roof is 11.25. പിന്നെ third drop from the roof. Third one from the roof എത്ര? 3 + 1. അപ്പോൾ third drop from roof is 4y. 3 + 1, that is 4 × y എത്ര? 5/4. 5/4. So answer is 5. So answer is ആദ്യത്തെ 11.25 meter, രണ്ടാമത്തെ 5 meter. That means choice 3. Okay, choice 3. Question clear? So u0, a constant, ratio of the distances travelled in equal time intervals 1:3:5 വെച്ചിട്ട് ഇത് ചെയ്യാം. ഇനി ആഡ് ചെയ്യണം, സൂക്ഷിച്ച് ആഡ് ചെയ്യണമെന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ തെറ്റിച്ചോളാം. 9y. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 12. A man in a balloon rising vertically with an acceleration 4.9 meter/second². So ആദ്യം ബലൂണാണ്,
ബലൂണിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി 0, മേളിലോട്ടുള്ള ആക്സിലറേഷൻ 4.9 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അങ്ങനെ പോവുകയാണ്. അപ്പോൾ അത് ഗ്രാവിറ്റിയൊക്കെ ഓവർകം ചെയ്തിട്ട് അതിൻ്റെ മേളിലോട്ടൊരു ആക്സിലറേഷൻ ഉണ്ട് 4.9. എന്നിട്ട് റിലീസസ് എ ബോൾ 2 seconds later. സോ ആദ്യം സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് എടുക്കാം, എൻഡിങ് പോയിൻ്റ് ബി, ടൈം എ ടു ബി 2 സെക്കൻഡ്. അപ്പോൾ ടി = 2 seconds ആകുമ്പോൾ വെലോസിറ്റി ഓഫ് ദ ബലൂൺ എത്ര നോക്കാം. ബിക്കോസ് ആ ബലൂണിൽ നിന്നാണ് ആ ബോൾ വെളി വരുന്നത്. അപ്പോൾ ബോളിന് ബലൂണിൻ്റെ വെലോസിറ്റി ആയിരിക്കും വെൻ ഇറ്റ് ഈസ് കമ്മിങ് ഔട്ട് ഓഫ് ദ ബലൂൺ. സോ ദാറ്റ് മീൻസ് ഫോർ ബലൂൺ വെലോസിറ്റി അറ്റ് ബി എന്ന് പറയുമ്പോൾ u+at, u0, ആക്സിലറേഷൻ 4.9, ടൈം 2, so 9.8 meter per second. This will also be the initial velocity of the ball, upward. Initial upward velocity of ball. എന്ന് പറഞ്ഞാൽ 9.8 meter per second. ഇത് ബോളിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി ആണ്. ഓക്കെ, ഇനി ഗ്രേറ്റസ്റ്റ് ഹൈറ്റ് എബവ് ദ ഗ്രൗണ്ട് റീച്ച് ബൈ ദ ബോൾ. ഇതാണ് ഗ്രൗണ്ട്. അപ്പോൾ ബോൾ എവിടം വരെ എത്തി എന്നാണ് മാക്സിമം ഹൈറ്റ് ഓഫ് ദ ബോൾ മെഷേർഡ് ഫ്രം ദ ഗ്രൗണ്ട്. അപ്പോൾ ആദ്യം ബോളിൻ്റെ മോഷൻ നോക്കാം, ബോളിൻ്റെ മാത്രമുള്ള മോഷൻ. സോ ബോളിൻ്റെ Hmax എന്ന് പറയുന്നത് u²/2g, where u is the initial speed of the ball. Initial speed of the ball എത്ര? 9.8. So what is Hmax from B? In other words, the distance, ഇതിനെ ഞാൻ BC എന്ന് വിളിച്ചാൽ, BC എന്ന് പറയുന്നത് Hmax for the ball. Hmax for the ball എന്ന് പറയുന്നത് u²/2g. u velocity of the ball just when it comes out of the balloon. So 9.8 into 9.8 divided by 2 into g 9.8. So it becomes 4.9. Okay. Ini what is the height above the ground? Height of the ground. That means what is the distance AB? Hmax u²/2g നമുക്ക് 4.9 meter കിട്ടി. ഇനി what is the distance AB? ഗ്രൗണ്ടിൽ നിന്നുള്ള ദൂരം AB. AB എന്ന് പറയുന്നത് the distance traveled by the balloon. Distance of balloon in 2 seconds. തുടക്കത്തിൻ്റെ 2 seconds. അപ്പോൾ അത് S = ut + ½ at². ബലൂണിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി 0, ബലൂണിൻ്റെ ആക്സിലറേഷൻ 4.9, തുടക്കത്തിൽ അപ്വേർഡ് ആക്സിലറേഷൻ 4.9, അങ്ങനെ എത്ര? 2 സെക്കൻഡ്, 2². സോ ഇറ്റ് ഈസ് 4.9 multiplied by 2, 9.8. Clear? So what is the total height of the ball from the ground? That is, what is the distance AC? So distance AC will be AB plus BC. AB എന്ന് പറഞ്ഞാൽ 9.8, BC എന്ന് പറഞ്ഞാൽ 4.9. So that works out to be 14.7 meter. So answer 14.7 meter from the ground. Choice 1. Alright. അടുത്ത question. Number 13. A body is projected with a velocity u. Body projected with a velocity u. It passes through a certain point above the ground after t1 seconds. അപ്പോൾ അത് മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞില്ല. ബോഡി മുകളിലോട്ട് പോകുമ്പോൾ അതിൻ്റെ വഴിയിലൊരു പോയിന്റിൽ, ഈ പോയിന്റിൽ ബോഡി പിന്നെയും മുകളിലോട്ട് പോയാണ്. അപ്പോൾ ഇവിടം വരെയുള്ള ടൈമാണ് t1 seconds. അത് കഴിഞ്ഞിട്ട് ബോൾ എന്ത് ചെയ്യും? അത് ഇറ്റ് വിൽ കണ്ടിന്യൂ ടു ഗോ അപ്പ്, റീച്ചസ് ദ മാക്സിമം ഹൈറ്റ്. അവിടെ വെലോസിറ്റി 0 വരും, ദെൻ ഇറ്റ് റിട്ടേൺസ് അല്ലേ. ഇനി ദ ടൈം ആഫ്റ്റർ വിച്ച് ദ ബോഡി പാസസ് ത്രൂ ദ സെയിം പോയിന്റ് ഡ്യൂറിങ് ദ റിട്ടേൺ ജേർണി എന്ന് പറഞ്ഞാൽ, ഇത് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എ, ഈ പോയിന്റ് ബി വരെ എത്താൻ t1 സെക്കൻഡ്. തിരികെ ഇവിടെ എത്തണമെങ്കിൽ ഈ ബി തൊട്ട് സി വരെ പോയി മാക്സിമം ഹൈറ്റ്, സി എന്ന് തിരികെ ബിയിലോട്ട് വന്നു.
ആ ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ദേ ഹാവ് ആസ്ക്ഡ് ദ ടൈം ഫ്രം BC, time from BC to time from CB. ഇത് ടൈം എത്ര എന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ T1 ഈ പോണ ടൈമാണ്. ഇനി നമുക്കറിയാം ഇതിവിടെ ഗ്രൗണ്ടിൻ്റെ പോയിൻ്റ് D എന്ന് എടുക്കാം. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് ദാറ്റ് ബോഡി, ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ടൈം ഫ്രം A to C and back to D, time taken to go to maximum height and return എന്ന് പറയുന്നത് 2u/g ആണെന്ന് നമുക്കറിയാം. You know that is 2u/g. Okay, so that is the same as ഈ 2u/g തന്നെയാണ് time from AB, time to go from A to B, പിന്നെ time to go B to C to B, ഇതാണ് നമുക്ക് വേണ്ടത്. പ്ലസ് ടൈം ഫ്രം B to A. ടൈം ഫ്രം A to B T1 seconds ആണ്. അപ്പോൾ ടൈം ഫ്രം B to A is also T1 seconds. ഈ സാധനമാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. B to C to B ആണ് കാണാൻ പറഞ്ഞത്. Understood? So what will it be? So time from B to C to B will be 2u/g minus 2t1. That is 2 into u/g minus t. Choice 2. Clear? Another question. Distance traveled by a particle is directly proportional to t raised to half. Maths question ആണ്. മാത്സ് ഇട്ട് വെച്ചിട്ട്. സോ എസ് പ്രപ്പോർഷണൽ ടു ടി റേസ് ടു ഹാഫ് എന്ന് പറഞ്ഞാൽ എസ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻ ടു ടി റേസ് ടു ഹാഫ്. അപ്പോൾ നേച്ചർ ഓഫ് മോഷൻ എന്താണ്? ആക്സിലറേഷനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് പൊസിഷനാണ്. അപ്പോൾ വി എന്ന് പറയുന്നത് ds/dt കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കും. ഡിഫറൻസിയേഷൻ ഓഫ് ടി റേസ് ടു ഹാഫ്, ഹാഫ് ടി റേസ് ടു ഹാഫ് മൈനസ് 1 മൈനസ് ഹാഫ് അല്ലേ. ആക്സിലറേഷൻ dv/dt, അപ്പോൾ k/2 പിന്നെ nx raised to n minus 1 minus half t raised to minus half minus 1 minus 3/2, which is minus k/4 and t raised to minus 3/2 എന്ന് പറഞ്ഞാൽ 1/t cubed in the root. So in a k is a constant, so a is negative. A is negative എന്ന് പറഞ്ഞാൽ അത് റിട്ടാർഡേഷനാണ്. പിന്നെ ടി കൂടുമ്പോൾ, ടി താഴെ കിടക്കുകയാണ്, ടി കൂടുമ്പോൾ എയുടെ മാഗ്നിറ്റ്യൂഡ് കുറയും ബിക്കോസ് ഇറ്റ്സ് ഇൻ ദ ഡിനോമിനേറ്റർ. ദാറ്റ് മീൻസ് റിട്ടാർഡേഷനും ആണ്. സമയം കൂടുന്തോറും റിട്ടാർഡേഷൻ്റെ വാല്യൂ കുറയും. സോ ഇറ്റ് ഈസ് ചോയ്സ് 4, ഡിക്രീസിങ് റിട്ടാർഡേഷൻ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. എ ബോഡി A starts from rest with an acceleration a1. So that means initial velocity 0. Body A കഥ പറയാണ്. Acceleration is a1. After 2 seconds, 2 seconds ശേഷം another body B that's also starting from rest and അതിൻ്റെ acceleration a2. Both travel equal distances in the 5th second from the start of A. അപ്പോൾ A സ്റ്റാർട്ട് ചെയ്ത് 5 സെക്കൻഡ് ആവുമ്പോൾ, A സ്റ്റാർട്ട് ചെയ്ത് 5 സെക്കൻഡ് ആവുമ്പോൾ എന്ന് പറയുമ്പോൾ B സ്റ്റാർട്ട് ചെയ്തത് 2 സെക്കൻഡ് താമസിച്ചാണ്. അപ്പോൾ A സ്റ്റാർട്ട് ചെയ്ത് 2 സെക്കൻഡിന് ശേഷമാണ് B സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ബിക്ക് ടൈം 3 സെക്കൻഡേ ഉള്ളൂ, കാരണം ഇറ്റ് സ്റ്റാർട്ടഡ് 2 seconds ലേറ്റ്. So it is only traveling for 3 seconds. So after 2 seconds another body B starts from rest, acceleration a2 പറഞ്ഞു. If they travel equal distances in the 5th second after the start of A, അപ്പോൾ എയുടെ 5 സെക്കൻഡ് ട്രാവലും ബിയുടെ 3 സെക്കൻഡ് ട്രാവലും ആകുമ്പോൾ റേഷ്യോ a1:a2 എത്ര? അപ്പോൾ ഡിസ്റ്റൻസസ് ട്രാവൽഡ് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ദ 5th second. So distance traveled in the 5th second for A
B 2 second താമസിച്ചാണ്ട് distance traveled in the third second for B equal ആണ്. Equal distances in 5 seconds അല്ല 5ാമത്തെ second. So 5th second. Distance in the nth second. U plus A into n minus half. ഇവിടെ രണ്ടുപേർക്ക് U 0 ആണ്. അതുകൊണ്ട് ആദ്യത്തെ ആൾ A1 into 5 minus half ആണ്. രണ്ടാമത്തെയും U 0 ആണ്. A2 into 3 minus half. So A1 into 4.5 ആണ്. A2 into 2.5. So what is A1 by 2? 2.5 divided by 4.5 എന്ന് പറയുന്നത് 25 divided by 45. 5 5s are 25, 5 9s are 45. So choice 1, 5:9, choice 1. Okay. Next question. 16. Two trains are moving with equal speed in opposite direction along two parallel railway tracks. അപ്പോൾ ഒരു ട്രെയിൻ ഇങ്ങോട്ട് പോകണം, വെലോസിറ്റി v. രണ്ടാമത്തെ ട്രെയിൻ വേറെ പാരലൽ ട്രാക്കിൽ ഇങ്ങോട്ട് പോകണം, അതും വെലോസിറ്റി v. വിൻഡ് ഇസ് ബ്ലോയിങ് വിത്ത് സ്പീഡ് u along the track. അപ്പോൾ ആദ്യത്തെ ട്രെയിനിൻ്റെ ഡയറക്ഷനിലാണോ രണ്ടാമത്തെ ട്രെയിനിൻ്റെ ഡയറക്ഷനിലാണോ നമുക്ക് അറിഞ്ഞൂടാ. എന്തായാലും വിൻഡ് ഏതെങ്കിലും ട്രെയിനിൻ്റെ ഡയറക്ഷനിൽ എടുക്കാം. ഒരാളുടെ ഡയറക്ഷനിലും മറ്റേയാളുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനും ആയിരിക്കുമല്ലോ. അപ്പോൾ ഒരാളുടെ ഇത് വിൻഡ് വെലോസിറ്റിയാണ് u എന്ന് പറഞ്ഞത്. വിൻഡ് ഇസ് ബ്ലോയിങ് വിത്ത് സ്പീഡ് u along the track. ഇനി relative velocity of the trains with respect to the wind. That means velocity of the first train with respect to the wind. എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ജനറൽ ഫോർമുല എ വിത്ത് റെസ്പെക്ട് ടു ബി വി എ പ്ലസ് മൈനസ് വി ബി ആണ്. അപ്പോൾ രണ്ടുപേരും ഒരേ ഡയറക്ഷൻ ആകുമ്പോൾ വി പ്ലസ് മൈനസ് യു വരും. അപ്പോൾ വി പ്ലസ് മൈനസ് യു, ദാറ്റ് ഇസ് വി മൈനസ് യു. ഫസ്റ്റ് ട്രെയിൻ വിത്ത് റെസ്പെക്ട് ടു ദ വിൻഡ്. സെക്കൻഡ് ട്രെയിൻ വിത്ത് റെസ്പെക്ട് ടു ദ വിൻഡ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അതുകൊണ്ട് റിലേറ്റീവ് വെലോസിറ്റി ആകുമ്പോൾ അത് കൂട്ടേണ്ടി വരും. ഓക്കെ. അപ്പോൾ ആരാണ് സെയിം ഡയറക്ഷൻ ആരാണ് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടില്ല. ബട്ട് ദ വെലോസിറ്റീസ് ആൻഡ് ദ റേഷ്യോ 1:2. അപ്പോൾ ബിഗർ വെലോസിറ്റി ഇതല്ലേ സ്മോളർ വെലോസിറ്റി. ഇൻ അതർ വേർഡ്സ് വി മൈനസ് യു ഡിവൈഡഡ് ബൈ വി പ്ലസ് യു എടുത്താൽ വി മൈനസ് യു ഇസ് എ സ്മോളർ നമ്പർ, വി പ്ലസ് ടു ഇസ് എ ബിഗർ നമ്പർ. അതിൽ നിന്ന് വി കാണാൻ വി ഇൻ ടേംസ് ഓഫ് യു, ദാറ്റ്സ് ഓൾ. ക്രോസ് മൾട്ടിപ്ലൈ 2v minus 2u ആണ് v plus u. So v ഇപ്പുറത്ത് വന്നാൽ v is equal to 2u അപ്പുറത്ത് പോകുമ്പോൾ 3u. So what is v in terms of u? Speed of each train must be 3u. Choice 1. Okay. Next one. 17. A particle moves in a straight line. Instantaneous position ആണ്. x in terms of t. X is equal to 32t minus 8t cubed divided by 3. എന്നിട്ട് x is in meter, t is in seconds. Acceleration at the instant particle is at rest. അപ്പോൾ v കണ്ടിട്ട് v0 ഇട്ടിട്ട് ആ ടൈം കണ്ട് ആ ടൈമിൽ a കാണണം. അപ്പോൾ v എന്ന് പറയുന്നത് dx by dt. 32 into 1 minus 8 by 3 into 3t square. അപ്പോൾ v0 എന്ന് പറയുമ്പോൾ 32 is equal to 3 3 cancel ആയി 8t squared. അപ്പോൾ t squared is 32 by 8 4. t is equal to 4 seconds. t is equal to root of 4, that is 2 seconds. ഇതാണ് the time in which velocity is 0. ആ സമയത്ത് ആക്സലറേഷൻ കാണും. അപ്പോൾ we'll go back to v is 32 minus 8t squared ആണ്. 3 and 3 വെട്ടിയായിരുന്നല്ലോ. സോ a എന്ന് പറയുന്നത് dv by dt which is minus 16t. Differentiation of 32 is 0. അപ്പോൾ minus 16t. അപ്പോൾ at t is equal to 2 seconds, a is equal to minus 16 into 2. അപ്പോൾ it is minus 32 meter per second squared.
This is the acceleration when velocity is 0. Choice 2. Okay. Another question, 18. A man runs 200 meters in the first 25 seconds, but 200 meters. For time 25 seconds, A to B vare odi. Then turns back and runs 100 meters. Pinne B in the C vare poi 100 meters. Towards the start. Same line ആണ് ഞാൻ തെറ്റാതിരിക്കാൻ രണ്ടാമത് വരച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ടൈം 15 seconds. Average velocity. Average velocity. Total displacement divided by total time. Total displacement by total time. Displacement of a straight line from initial point to final point. Appo initial point thotte C. Remember, this is in a one line lana. A thotte B vare pinne adu kayinja B thotte C vare inganeyana. A thotte B vare ulla dooram 200 meter, B thotte C vare ulla dooram 100 meter. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എ തൊട്ട് സി ആണ്. എ തൊട്ട് സി എന്ന് പറയുമ്പോൾ അത് 100 ആണ്. ടൈം രണ്ട് ടൈമും കൂടെ എടുക്കണം. സോ ഇറ്റ് ഈസ് 100 ബിക്കോസ് ദിസ് ഈസ് 100 ഡിവൈഡഡ് ബൈ T1 plus T2, ദാറ്റ് ഈസ് 25 plus 15. സോ 100 ഡിവൈഡഡ് ബൈ 40 വിച്ച് ഈസ് 2.5 meter per second. ഇത് ആവറേജ് വെലോസിറ്റി. ഇനി ആവറേജ് സ്പീഡ്. Average speed എന്ന് പറയുമ്പോൾ total distance by time. So average speed. So distance നമ്മൾ length of the path. Total distance by time. Distance 200 plus 100 by time same 40 seconds. അപ്പോൾ 300 by 40. 7.5 meter per second. Choice 1. Okay, velocity आंबा displacement by time, straight line from initial point to final point, speed आंबा actual path length. അടുത്ത question, an aeroplane flies around a square field. So square field, PQRS. ഓരോ side of the square is 1000 kilometer. പക്ഷേ ഓരോ സ്പീഡും ഡിഫറെൻ്റ് ആണ്. V1, V2, V3, V4. ആവറേജ് സ്പീഡ്. സോ ആവറേജ് സ്പീഡ്. Average speed. Total distance by total time. Total distance 1000 into 4, 4000 kilometer. Time. പലതും പല സ്പീഡാണ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് സ്പീഡാണ്. അപ്പോൾ ദാറ്റ് മീൻ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. അപ്പോൾ ടൈം എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. അപ്പോൾ T1 എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് 1000, അതിൻ്റെ സ്പീഡ് 400. സോ യുൽ ഗെറ്റ് ഇൻ hours. സോ ഇറ്റ് ഈസ് T1 എന്ന് പറയുന്നത് 1000 by 400 which is 10 by 4 which is 2.5 hours. T2 എന്ന് പറയുമ്പോൾ 1000 by രണ്ടാമത്തെ 500 which is 2 hours. T3 എന്ന് പറയുമ്പോൾ 1000 by 600, 10 by 6, 5 by 3, ഏകദേശം 1.67 hours. And T4 is 1000 divided by 700, 10 by 7, 730, 7 4 28, ഏകദേശം 1.43 hours. അപ്പോൾ total time will be 2.5 plus 2, 4.5,
4.5 ൻ്റെ കൂടെ 1.67 ഉം 1.43 10 carry 1 12 16 carry 1 7.6 hours എന്ന് കിട്ടി. അപ്പോൾ ഡിവൈഡഡ് ബൈ 7.6. ഓക്കെ, അപ്പോൾ 500 and സംതിങ്. പക്ഷേ 500 and സംതിങ് രണ്ട് ആൻസർ ഉണ്ട്. സോ അതുകൊണ്ട് 40,000 ഡിവൈഡഡ് ബൈ 76 ചെയ്യണം. ഓക്കെ, which is 2 followed by 4 zeros divided by 38. Again, simplify as you like. 10,000 divided by 19. ചെയ്യുമ്പോൾ 19 100 എടുത്താൽ 5 9s are 45 95. പിന്നെ 50 എടുക്കുമ്പോൾ അത്ര എടുത്താൽ മതി. 50 എടുക്കുമ്പോൾ 2 3 ആകുമ്പോൾ 51 ആയി അല്ലേ. 3 9s are 27. അപ്പോൾ 530 ഇല്ല. 530യെക്കാട്ടിയും കുറച്ച് കുറവ്. അണ്ടർസ്റ്റുഡ്? അടുത്ത 0 ആണല്ലോ. സ്ലൈറ്റ്ലി ലെസ് ദാൻ 530. സ്ലൈറ്റ്ലി ലെസ് ദാൻ 530 എന്ന് പറയുമ്പോൾ ആൻസർ ഇസ് 527 കിലോമീറ്റർ പെർ. അങ്ങനെ ഫുൾ വർക്കൗട്ട് ചെയ്യേണ്ട. ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ചോയ്സ്. ആൻസർ ഉണ്ട്. അപ്പോൾ 527ഉം 550 ഉള്ളതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്ത് നോക്കിയത്. അപ്പോൾ 530 തികച്ചില്ല. Therefore, it is choice 3. അടുത്ത ക്വസ്റ്റ്യൻ. A stone is thrown vertically up. Stone is thrown vertically up. When the stone is at a height half the maximum height. അപ്പോൾ ഇവിടെയാണ് വെലോസിറ്റി 0. ഇതാണ് നമ്മുടെ മാക്സിമം ഹൈറ്റ്. സ്റ്റോണ് h/2 ആവുമ്പോൾ ഇവിടുത്തെ സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ h എത്ര എന്നാണ് ചോദിച്ചത്. അപ്പോൾ താഴേന്ന് മേളിലോട്ടുള്ള മോഷനും മുകളിൽ നിന്ന് താഴോട്ടുള്ള മോഷനും സിമെട്രിക് ആണ്. അപ്പോൾ പക്ഷേ താഴേന്ന് എടുക്കുമ്പോൾ യു ഡോണ്ട് നോ ദ ഇനിഷ്യൽ വെലോസിറ്റി. സോ ഫ്രം ദ പോയിന്റ് എ ടു ബി ഇനിഷ്യൽ വെലോസിറ്റി യു, ഇവിടുത്തെ വെലോസിറ്റി 10 അറിയാം. പക്ഷേ ഞാൻ ബി ടു സി എടുത്താൽ എ ടു ബി h/2 ആകുമ്പോൾ ബി ടു സിയും ദൂരം വിൽ ബി h/2. പക്ഷെ ഗുണം എന്താ? ഇഫ് ഐ ടേക്ക് ദ മോഷൻ സി ബി, സിന്ന് ബിയിലോട്ട് എടുത്താൽ വെലോസിറ്റി അറ്റ് സി 0 ബിക്കോസ് ദാറ്റ്സ് എ മാക്സിമം ഹൈറ്റ്. ഡിസ്റ്റൻസ് h/2 ആണ്. ആൻഡ് ബിയിലെ വെലോസിറ്റി 10. മുകളിൽ നിന്ന് താഴോട്ട് എടുക്കുമ്പോൾ അത് താഴോട്ട് വരണമെന്നല്ലേ ഉള്ളൂ. സോ അത് വെച്ചിട്ട് ആൻഡ് താഴോട്ട് വരുമ്പോൾ a is equal to plus g. So I can use a formula v squared minus u squared is equal to 2as. vb squared 10 squared. Velocity at c 0. 2 into g into s h/2. 2 into വെട്ടിപ്പോയി. So 100 is equal to 10h. So what is h? 10 meter. So that means the maximum height attained by the stone is 10 meter. Choice 2. Okay. അടുത്ത question. നേരത്തെ നമ്മളൊരു ഗ്രാഫ് ചെയ്ത കണക്ക് പോലെ എ കാർ ആക്സിലറേറ്റ്സ് ഫ്രം റെസ്റ്റ്. ടൈമും വെലോസിറ്റി. കാർ ആക്സിലറേറ്റ്സ് ഫ്രം റെസ്റ്റ്. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി 0 അറ്റ് എ കോൺസ്റ്റൻറ്റ് റേറ്റ് എന്നേ പറഞ്ഞോളൂ. അപ്പോൾ tan θ1 വാല്യൂ അറിഞ്ഞൂടാ. tan θ1 is a1. a1 അറിഞ്ഞൂടാ. അറ്റ് എ കോൺസ്റ്റൻറ്റ് റേറ്റ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ. ഇൻ ദ ഫസ്റ്റ് സെക്കൻഡ് കാർ അതല്ല കോൺസ്റ്റൻറ്റ് റേറ്റ്. വെലോസിറ്റി ഓഫ് ദ കാർ ഇല്ല, ഇത് അങ്ങനത്തെ അല്ല. സോ കാർ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്. ദാറ്റ് മീൻസ് u is equal to 0. ഐ തോട്ട് ആ മെട്രോ ട്രെയിൻ പോലെയാണ്. നല്ല ഇനിഷ്യൽ വെലോസിറ്റി 0, ആക്സിലറേഷൻ കോൺസ്റ്റൻറ്റ്. ഈ കേസ് അല്ല. ഇനിഷ്യൽ വെലോസിറ്റി 0, ആക്സിലറേഷൻ കോൺസ്റ്റൻറ്റ്. ആദ്യത്തെ സെക്കൻഡ് ദാറ്റ് ഇസ് t is equal to 1 സെക്കൻഡിൽ s 2 മീറ്റർ. അപ്പോൾ v എത്ര? അപ്പോൾ t is equal to 2 സെക്കൻഡ്സിൽ v എത്ര? സോ ഇത്രയും നോളജ് വെച്ചിട്ട് നമുക്ക് a കണ്ടുപിടിക്കാം. സോ s is equal, because a is a constant, s is ut plus half at square. 2 is equal to 0 plus half into a into t squared, 1 square.
So A becomes 4 meter per second square. അപ്പോൾ കോൺസ്റ്റൻ്റ് ആക്സിലറേഷൻ കിട്ടി. ഇനി t is equal to 2 seconds, initial velocity 0, a 4 meter per second square ആണ്. What is v എന്നാണ് ചോദിച്ചത്. v is equal to u plus 8, 0 plus 4 into 2. So answer 8 meter per second. Choice 2. Okay. അടുത്ത question. A particle is moving along the x-axis, position and time. അപ്പോൾ instantaneous position ആണ്. X is equal to minus 3t plus t cubed. Displacement from t is equal to 1 second to 3 seconds. അപ്പോൾ സമയം മാറുന്നതോറും x മാറുകയാണ്. അപ്പോൾ at t is equal to 1 second, x1 minus 3 into 1 plus 1 cubed, minus 3 into 1 plus 1 cubed. So minus 3 plus 1, minus 2. അടുത്തത് t is equal to 3 seconds, x2 minus 3 into 3 plus 3 cubed, minus 9 plus 27 plus 18. Displacement is straight line from initial point to one final point, അല്ലെങ്കിൽ vector formula x2 minus x1. So plus 18 minus minus 2. So it is plus 20 meter. Okay. Final position minus initial position. Next one. A body dropped from the top of a tower. Dropped. U is equal to 0. And താഴോട്ട് വരുമ്പോൾ A is equal to G. Travels 40 meter in the last 2 seconds. അപ്പോൾ നമുക്ക് ടോട്ടൽ ടൈം t seconds അറിഞ്ഞൂടാ. അവസാനത്തെ 2 സെക്കൻഡ്. അപ്പോൾ ഈ u is equal to 0 എന്നുള്ള ബാക്കി സമയം t minus 2 seconds. ഓക്കെ. അപ്പോൾ ഈ ലാസ്റ്റ് 2 സെക്കൻഡ്സിൻ്റെ ഡിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത്, വിച്ച് ഇസ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ t സെക്കൻഡ്സ് മൈനസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ t minus 2 seconds. അപ്പോൾ യു ഗെറ്റ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ദ ലാസ്റ്റ് 2 സെക്കൻഡ്സ് ആൻഡ് അത് 40 എന്ന് വെച്ചിട്ട് നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് കാണാം t സോൾവ് ചെയ്തിട്ട്. ഓക്കെ. So total distance, so distance in the last 2 seconds എന്ന് പറയുന്നത് distance in the total t seconds minus distance in the first t minus 2 seconds. Basic formula ut plus half at square ആണ്, u0 ag. അപ്പോൾ ടോട്ടൽ t സെക്കൻഡ്സ് വരുമ്പോൾ u0 ഇപ്പം ഞാൻ ഇടുന്നില്ല, പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. ഡിസ്റ്റൻസ് ഇൻ t minus 2 സെക്കൻഡ്സ് എന്ന് പറയുമ്പോൾ ടൈമിന് t minus 2, അഗൈൻ u0 പ്ലസ് ഹാഫ് ജി t minus 2 ദ ഹോൾ സ്ക്വയർ. ഇത് രണ്ടും കുറയ്ക്കുമ്പോഴാണ് ലാസ്റ്റ് 2 സെക്കൻഡ്സ് കിട്ടുന്നത്. സോ പോയിന്റ് ക്ലിയർ? ഞാൻ ഈ പാർട്ട് മായ്ക്കാൻ പോണു. st minus 2 ആണ് ഡിസ്റ്റൻസ് ട്രാവൽ ഇൻ ദ ലാസ്റ്റ് 2 സെക്കൻഡ്സ് ആണ് 40. ദാറ്റ് മീൻസ് ഹാഫ് ജി ടി സ്ക്വയർ മൈനസ് ഹാഫ് ജി ടി മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ആണ് 40. ബ്രാക്കറ്റ് തുറന്നാൽ ഹാഫ് ജി തന്നിട്ടുണ്ട്, ജി 10, അപ്പോൾ 10/2 5t സ്ക്വയർ മൈനസ് 5 ഇൻറ്റു t minus 2 the whole square, t squared minus 4t plus 4, ഇതാണ് 40. Remove the bracket, 5t squared minus 5t squared plus 20t minus 20 is 40. 5t squared and 5t squared പോയി 20t
40 minus 20 അപ്പുറത്ത് പോകുമ്പോൾ plus 20. So 20 t is equal to 60. T is equal to 3 seconds എന്ന് കിട്ടും. ഇപ്പം t കിട്ടി. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ടാർ എന്താ? u0. u0 ആകുമ്പോൾ h is equal to half gt square. So half into 10 into 3 square. That is 90 by 2, 45 meter. Answer 45 meter, choice 2. Okay, last 2 seconds in the area സൂക്ഷിക്കേണ്ടത്. 24. ഇതാണ് പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്, പിന്നെ ആക്സിലറേറ്റ് ചെയ്തു, പിന്നെ കോൺസ്റ്റൻറ്റ് സ്പീഡ്, ദെൻ ഡീസിലറേറ്റ് ചെയ്തു. ഇത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്, ചെയ്യാൻ എളുപ്പം, കാൽക്കുലേഷനും ചെയ്യാൻ എളുപ്പമാണ്. ബട്ട് ഇതാണ് ഈസിയർ. വിൽ സീ ഹൗ. സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്, അപ്പോൾ ഇവിടെ u is equal to 0, t is equal to 0യിൽ വെലോസിറ്റി 0. ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ tan theta 1 2. This is happening for 10 seconds. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി v ആണെങ്കിൽ v by 10. That means v is equal to 20 meter per second. Calculation വേണമെങ്കിൽ ചെയ്തോളൂ, ഇതാണ് ഈസിയർ. So this v is 20 meter per second. പിന്നെ goes for a constant speed for 30 seconds. അപ്പോൾ ഈ 20 meter per second പോലെ വെച്ചിട്ട് 30 seconds പോകും. അപ്പോൾ ഇത് 30 seconds ആണെന്ന് പറഞ്ഞാൽ ഇവിടെ 40 ആയി. 10 seconds പിന്നെ plus 30, 40 seconds. Then decelerates. That means ഇങ്ങനെ tan theta 2. Tan theta 2 is 4 till it stops. Final velocity 0. അപ്പോൾ v അറിയാം, v 20 ആണ്. അപ്പോൾ ഈ ടൈം അറിയാൻ tan theta 2 is equal to v by this t. v you know 20. So 4 is equal to 20 by t. അപ്പോൾ t എത്ര? 20 by 4, that is 5 seconds. That means our deceleration is for 5 seconds. അപ്പോൾ ഗ്രാഫ് കംപ്ലീറ്റ് ആയി. So I'll redraw the graph once more, clear ആക്കാൻ വേണ്ടി. ടൈമും വെലോസിറ്റിയും ഇതാണ് ഗ്രാഫ്. So total time 10, 40, പിന്നെ ഇത് 10 കഴിഞ്ഞ് പിന്നെ 30, അപ്പോൾ ഇത് 40 ആണ്, ഇത് 5 ആണ്. അപ്പോൾ ഇവിടെ 45 seconds ആണ്. ഈ v നമുക്കറിയാം, this v is 20 meter per second. ഓക്കെ, സോ പിന്നെ ഇത് 30 seconds. അപ്പോൾ ഏരിയ ഓഫ് ദ ഗ്രാഫ് വിൽ ഗിവ് യു ഡിസ്റ്റൻസ്. അപ്പോൾ ഏരിയ ട്രപ്പീസിയം ഹാഫ് ദ സം ഓഫ് ദ പാരലൽ സൈഡ്സ് ഇൻറ്റു ഹൈറ്റ്. താഴത്തെ 45, മുകളിലത്തെ 30, ഹൈറ്റ് 20. സോ 45 plus 30, 75 by 2 into 20, which is 750 meter. ഇത് ഓരോ ഭാഗം എടുത്ത് അവിടുത്തെ വെലോസിറ്റി കണ്ടൊക്കെ ചെയ്യാം. ഇത് ഗ്രാഫാണ്, ടൈം ഷോർട്ടർ ഇസ് ദിസ്, അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. സോ ആൻസർ 750 meters. അടുത്ത ക്വസ്റ്റ്യൻ. ഫിഗർ ഷോസ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. Acceleration time graph. And so you know that area of AT graph, will give you A into T, which is change in velocity, V minus C. Okay. And you want the average acceleration in the first 20 seconds. Be careful. Full 30 ആണ്, അത് വേണ്ട. 20 seconds മതി. ഇവിടം വരെ മതി. ഇവിടം വരെ. So we only want t and 20 വരെ. ഇവിടെ 10, ഇതായി, ഇതുവരെ മതി. ഓക്കെ, ഇത് 40. Now average acceleration, basic formula. Average acceleration is
total change in velocity divided by total time. So we want change in velocity in area of AT graph till 20 seconds divided by 20. അപ്പോൾ ഇത്ര ഏരിയ മതി. ട്രപ്പീസിയം വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ട്രയാങ്കിളും റെക്റ്റാങ്കിളും, യു ക്യാൻ ഡു ആസ് യു ലൈക്ക്. ഞാൻ ട്രപ്പീസിയം ചെയ്യണു. സോ ഏരിയ എന്ന് പറയുമ്പോൾ ഹാഫ് ദ സം ഓഫ് ദ പാരലൽ സൈഡ്സ് ഇൻറ്റു ഹൈറ്റ്. സോ ഹാഫ് ഇൻറ്റു ഈ സൈഡ് 20, ഈ സൈഡ് 10 to 20, 10. ഹൈറ്റ് എന്ന് പറയുമ്പോൾ 40. ട്രയാങ്കിൾ പ്ലസ് റെക്റ്റാങ്കിൾ സെയിം തന്നെ കിട്ടും. സോ 30 ഇൻറ്റു 40/2, 30 ഇൻറ്റു 20, 600. So area 600 divided by time 20. So average acceleration 30 meter per second square. Choice 3. Okay. அடுத்த question. A body freely falling from rest has a velocity v. Has a velocity v. ഇവിടെ v ഉണ്ട്. Has a velocity v after it falls through a height h. So it has a velocity v after it falls from a height h. That means initial velocity 0, final velocity v, distance travelled h, a is equal to g. That means v squared minus u squared is equal to 2as. v squared minus 0 squared 2gh. Equation 1. The distance it has to fall down further for the velocity to become double. അപ്പോൾ നമുക്ക് ടോട്ടൽ വെലോസിറ്റി ആദ്യം കാണാം. ദാറ്റ് ഇസ് u0. ഇപ്പോൾ രണ്ടാമത്തെ വെലോസിറ്റി 2v ആവും. അതിനുള്ള ദൂരം എത്ര? y. അപ്പോൾ v squared 4v squared minus 0 squared 2gy. അല്ലേ? So that means equation 2. Equation 2 divided by equation 1 ചെയ്താൽ 4v squared by v squared 4. Right side 2g വെട്ടിപ്പോയി, y by h. So y is equal to 4h. That means 4h distance travel ചെയ്ത velocity double ആവും. ചോദിച്ചത് the distance it has to fall down further. That means already h travel ചെയ്തു. Additional distance എത്ര? Additional distance will be 4h minus h, that is 3h. So choice 3. എത്ര further travel ചെയ്യണമെന്നാണ് ചോദിച്ചത്. അപ്പോൾ it is 3h. ആക്ച്വലി ഇവിടെ 2gയുടെ ആവശ്യമില്ല. വെലോസിറ്റി സ്ക്വയർ പ്രപ്പോർഷണൽ ടു h വെച്ച് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ v സ്ക്വയർ പ്രപ്പോർഷണൽ ടു h, രണ്ടാമത് 4v സ്ക്വയർ പ്രപ്പോർഷണൽ ടു h2. അപ്പോൾ h2 സ്ട്രേറ്റ് അവേ 4h എന്ന് കിട്ടും. അഡീഷണൽ ഡിസ്റ്റൻസ് 3h. അത് മതി ഇഫ് യു ആർ തറോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. 2 balls are dropped to the ground from different heights. അപ്പോൾ ഒരാളെ ഇവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്തു, മറ്റേ ആളെ ഇവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്തു. ഇത് ഗ്രൗണ്ട്. 1 ball is dropped 2 seconds after the other. അപ്പോൾ ഒരാൾ ബോത്ത് സ്ട്രൈക്ക് ദ ഗ്രൗണ്ട് അറ്റ് ദ സെയിം ടൈം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ബോള് 5 സെക്കൻഡ് എടുത്തു ഇവിടെ തൊട്ട് ഇവിടം വരെ എടുക്കാൻ. അതായത് t0 സ്റ്റാർട്ട് ചെയ്ത ബോൾ ഇവിടെ എത്താൻ 5 സെക്കൻഡ് എടുത്തു. ഇവിടെ തുടങ്ങിയത് എപ്പോൾ? t2 സെക്കൻഡ്സിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇയാളുടെ ട്രാവൽ ടൈം എത്ര? 3 സെക്കൻഡേ ഉള്ളൂ. അപ്പോൾ ആ ഡിഫറൻസ് ഇൻ ഹൈറ്റ് എത്ര? അപ്പോൾ ഇയാളുടെ ഹൈറ്റ് h1, ഇയാളുടെ ഹൈറ്റ് h2, രണ്ടുപേരുടെയും u0. അപ്പോൾ ഇൻ s is equal to ut plus half at squared. h1 എന്ന് പറയുന്നത് u0 ആണ്, ഹാഫ് g 5 സ്ക്വയർഡും, രണ്ടാമത്തെ ആൾ 3 സെക്കൻഡ് ട്രാവൽ ചെയ്തോളൂ, ഹാഫ് g 3 സ്ക്വയർഡ്. സോ h1 മൈനസ് h2 വിൽ ബി ഹാഫ് g 5 സ്ക്വയർഡ് മൈനസ് 3 സ്ക്വയർഡ്. g 10 എന്ന് എടുക്കാം. ഇവിടെ g 10. ഇപ്പോൾ 10/2 5, 25 മൈനസ് 9, 5 into 16. അപ്പോൾ ഡിഫറൻസ് ഇൻ ഹൈറ്റ്സ്
80 meters. Choice 2. Alright. அடுத்த question. Car accelerates from rest at a constant rate, then retards at a constant rate. അപ്പോൾ നേരത്തെ ഒരു 56.9 സെക്കൻഡ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തില്ല. ആ ഐഡിയ ടൈം ആൻഡ് വെലോസിറ്റി. ആദ്യം ആക്സിലറേഷൻ tan theta 1 3 for some time. അപ്പോൾ അറിഞ്ഞൂടാ ഏത് ടൈം. അപ്പോൾ t1 seconds. Then retards at a constant rate. Theta 2. Tan theta 2 6. അതും ടൈം അറിഞ്ഞൂടാ t2. അപ്പോൾ ടൈം ഫോർ ആക്സിലറേഷൻ t1, ടൈം ഫോർ റിട്ടാർഡേഷൻ t2. ടോട്ടൽ ടൈം തന്നിട്ടുണ്ട് t1 plus t2. Total time is given as 3 seconds. ഇനി ഈ ഐഡിയ കണക്ക് ചെയ്ത പോലെ ഇത് v ആണ്. സോ ആദ്യത്തെ ട്രയാങ്കിൾ എടുത്താൽ tan theta 1 എന്ന് പറയുന്നത് 3 ആണ്, വിച്ച് ഇസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ t1. അപ്പോൾ v എന്ന് പറയുന്നത് 3t1 ആണ്. രണ്ടാമത്തെ ട്രയാങ്കിൾ tan theta 2 എന്ന് പറയുന്നത് 6 ആണ്. v ഡിവൈഡഡ് ബൈ t2. സോ v is 6t2. രണ്ടും ഒരേ v ആണ്. So equation 1 is equal to equation 2. That means 3t1 is equal to 6t2 or t1 is equal to 2t2. ഇനി t1 plus t2 3 എന്നുണ്ട്. That means 2t2 plus t2. 3t2 is 3. എന്ന് പറഞ്ഞാൽ t2 is 1 second. എന്തോ ചോദിച്ചു ഡിസ്റ്റൻസ് എത്ര. അപ്പോൾ t2 1 second ആണെങ്കിൽ t2 1 second, t1 2t2 2 seconds. So total time t എന്ന് പറഞ്ഞാൽ t1 plus t2 3 second അറിയാം. ഡിസ്റ്റൻസ് ട്രാവൽ എന്ന് പറഞ്ഞാൽ ഏരിയ. അപ്പോൾ v കാണും അല്ലേ. v you can either take 3t1 or you can take 6t2. So v 3t1 എന്ന് പറയുമ്പോൾ 6 3 into 2 6t2 നിർത്താലും 6 ആണ്. അപ്പോൾ v 6 ആണ്. ഇനി ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്. ഏരിയ ഹാഫ് ബി എച്ച്. ഇവിടെ ഹാഫ് ടി വി. ടി ഇസ് ടോട്ടൽ ടൈം ഇസ് എത്ര കിട്ടി? ടോട്ടൽ ടൈം 3 ആൻഡ് വി ഇസ് 6. സോ ദാറ്റ് മീൻസ് ഹാഫ് 3 into 6. So answer 9 meter. So total distance travel 9 meter. Choice 4. Clear? Method same. പിന്നെ ഏത് അൺനോൺ അതനുസരിച്ച് ചെയ്താൽ മതി. ഗ്രാഫ് വരച്ച് ഇത് ടാൻ തീറ്റാസ് എടുക്കണം, ടോട്ടൽ ടൈം എടുക്കണം, ഏരിയ എന്ന് പറയുന്നത് എസ് ആണ്, ബാക്കി ഓൾജിബ്രയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. Position of a particle x 3t minus 4t squared plus t cubed. Average velocity. Average velocity, basic formula, total displacement divided by total time. നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് വേണ്ട ഏതാ? t is equal to 2 തൊട്ട് t is equal to 4 വരെ. അപ്പോൾ at t is equal to 2 x1 3 into 2 minus 4 into 2 squared plus 2 cubed. 6 minus 16 plus 8. So 6 minus 16 minus 10 plus 8 minus 2. Okay. അടുത്തത് t is equal to 4 x2 3 into 4 minus 4 into 4 squared plus 4 cubed. 12 minus 16 4s are 64 plus 64. അപ്പോൾ ഇത് പോയി 12. ഇനി എസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എസ് ഇസ് ഫൈനൽ മൈനസ് ഇനിഷ്യൽ. 12 minus 2 14
ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് x2 minus x1. Time interval from 2 to 4 seconds. That means 4 minus 2, 2 seconds. So what is average velocity? Total displacement by total time. So 14 divided by 2, 7 meter per second. Conceptual another simple calculation. So average velocity 7 meter per second. Alright. Last problem. A drunkard walking in a narrow lane takes 8 steps forward, 6 steps backward. അപ്പോൾ 8 സ്റ്റെപ്പ് 8 സ്റ്റെപ്സ് മുമ്പോട്ട്, 8 സ്റ്റെപ്പ് മുമ്പോട്ട്, 6 സ്റ്റെപ്പ് പറോട്ട് എന്ന് പറയുമ്പോൾ നെറ്റ് ഇഫക്റ്റ് എത്ര? 2 സ്റ്റെപ്പ് മുമ്പോട്ട്. ഓക്കെ, 8 മുമ്പോട്ട് 6 പറോട്ട് എന്ന് പറയുമ്പോൾ ഇഫക്റ്റീവ് 2 മുമ്പോട്ട്. ഈച്ച് സ്റ്റെപ്പ് 1 മീറ്റർ ലോങ്. അപ്പോൾ 2 സ്റ്റെപ്പ് മുമ്പോട്ട് എന്ന് പറയുമ്പോൾ 2 മീറ്ററാണ്. സമയം എത്ര എടുത്തു? ഓരോ സ്റ്റെപ്പിനും ഓരോ സെക്കൻഡ്. അപ്പോൾ 8 മാറും 14 സെക്കൻഡ്. അപ്പോൾ ആദ്യത്തെ 14 സെക്കൻഡിൽ 2 മീറ്റേഴ്സേ ട്രാവൽ ചെയ്തോളൂ. 8 അടി മുമ്പോട്ടും 8 മീറ്റേഴ്സ് മുമ്പോട്ടും 6 മീറ്റർ പറോട്ടും. അപ്പോൾ 2 മീറ്റർ ട്രാവൽ ചെയ്യാൻ 14 സെക്കൻഡ് എടുത്തു. How long the drunkard takes to fall in a pit? 18 meters away. 18 meters away. അപ്പം ഫ്രം ദ സ്റ്റാർട്ടിങ് 14 സെക്കൻഡിൽ 2 മീറ്റർ. അപ്പോൾ 18 മീറ്റർ വേണമെങ്കിൽ ഇങ്ങനെ 10 മീറ്റർ വരെ ഇങ്ങനെ പോകും. ബിക്കോസ് 2 2 2 2 2. അപ്പോൾ 10 മീറ്ററായി. 10 മീറ്റർ ആവുമ്പോൾ ഓരോ 2 മീറ്ററിന് 14 സെക്കൻഡാണ്. അപ്പോൾ 10 മീറ്റർ ആകുമ്പോൾ 14 × 5, 5 2 അല്ലേ, 70 സെക്കൻഡ്സ് ഓൾറെഡി എടുത്തു. അണ്ടർസ്റ്റുഡ്? ഓരോ 14 സെക്കൻഡിലും ഈ 2 മീറ്റർ മുമ്പോട്ട് പോകണം. എന്തിനാണ് ഞാൻ 10 മീറ്ററിൽ നിർത്തിയത്? ബിക്കോസ് ആ കുഴി 18 മീറ്റേഴ്സിലാണ്. അടുത്തത് അയാൾ നേരെ 2 മീറ്റർ അല്ലല്ലോ പോകണം. അയാൾ എങ്ങനെയാണ് പോകണം? 8 മീറ്ററാണ് മുമ്പോട്ട് പോകണം. അപ്പോൾ ഈ 10 മീറ്റർ കഴിഞ്ഞ് പിന്നെ ഇനി ഒരു 8 മീറ്റർ പോകുമ്പോൾ അവിടെ ആ പിറ്റുണ്ട്, ആ കുഴിയുണ്ട്. സോ ആ 8 മീറ്റർ ആകുമ്പോൾ ഹി വിൽ ഫോൾ ഇൻ ടു ദ പിറ്റ്. സോ ടൈം എത്ര എടുത്തു? 10 മീറ്റർ വരെ ട്രാവൽ ചെയ്യാൻ 70 സെക്കൻഡ്സ്. പിന്നെ അടുത്ത 8 മീറ്ററിന് 8 സെക്കൻഡ്സ് ആകുമ്പോഴത്തേക്ക് കുഴിക്കകത്ത് വീണു. സോ ടോട്ടൽ ടൈം 78 സെക്കൻഡ്സ്. സോ 78 സെക്കൻഡ് ആകുമ്പോൾ ഹി വിൽ ഫോൾ ഇൻ ടു ദ പിറ്റ്. ക്ലിയർ? സോ ക്വസ്റ്റ്യൻസ് നോർമൽ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 2-3 എണ്ണം മാത്രം അൺയൂഷ്വൽ. അങ്ങനെ തന്നെയാണ് Jee-Main ക്വസ്റ്റ്യൻസ് നോർമലി വരുന്നത്. സോ നോർമൽ കൺസെപ്ച്വലായിട്ട് പഠിക്കുക. യു വിൽ ഡു വെൽ. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്.